ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിന്. ഇഫ്താറിന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ലസാനിയ റെസിപ്പി. നമ്മൾ ലസാനിയ ഉണ്ടാക്കുമ്പോണ്ടല്ല ലസാനിയ ഷീറ്റ് വെച്ചിട്ടല്ല ഉണ്ടാക്കുക, ഒന്നിക്കൽ ഷീറ്റ് അല്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ട്. ഇത് രണ്ടും വെച്ചിട്ടല്ല ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കെ കേട്ടോ. ഫസ്റ്റ് വൺ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഇത് ബട്ടറാണ് ഞാൻ എടുത്തിന്. ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റൂലേ, അതിൻ്റെ ഫ്ലേവർ അങ്ങ് മാറിപ്പോവും. ഞാനിപ്പോൾ ഇതാ 2 മീഡിയം സൈസായിട്ടുള്ള ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഉള്ളി നല്ലോണം വാടി വരണം, സോട്ടായി വരണം, നല്ലോണം കളറ് മാറി വരണേ. ഉള്ളിൻ്റെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൻ്റെ കളറ് നല്ലോണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുണ്ടല്ല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ്, അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തില്ലേ. അങ്ങനെ അതിട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അടുത്തതുണ്ടല്ല ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉണ്ടല്ല ചിക്കൻ ചെറുതായിട്ട്, ചിക്കൻ ബോൺലെസ് പീസാണേ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് മിക്സാക്കി എടുത്ത ചിക്കനാണ്. പിന്നെ ഇതാ ക്യാപ്സിക്കം, ഒരു വലിയ ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ചിക്കനും ക്യാപ്സിക്കം നല്ലോണം ഒന്ന് കുക്കായി വരട്ടെ. ചിക്കനും ക്യാപ്സിക്കലും നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതാ അടുത്തത് ടൊമാറ്റോ സോസാണ്. അത് ഏകദേശം 2 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിനെ. സോയാ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അത് 1 ടേബിൾ സ്പൂൺ അളവിൽ. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ലസാനിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതുണ്ടല്ല ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കണം. വൈറ്റ് സോസ് പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതായിരിക്കുമല്ലോ. ഫസ്റ്റ് ഇതാ ബട്ടർ ഇട്ട് കൊടുത്തിന്. ബട്ടർ നല്ലോണം മെൽട്ടായി വന്നാൽ ഇതാ ചിക്കൻ മാഗി ക്യൂബില്ലേ, അതിൻ്റെ ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സാക്കി എടുക്കുക. മൈദ മിക്സാക്കി എടുക്കുന്ന സമയത്ത് ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ ഇത് ലാസ്റ്റ് ഇതാ പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഒരു കാര്യം, ഞാനിപ്പോൾ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ല, കാര്യം മാഗി ക്യൂബിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. ഞാനെടുത്ത ബട്ടറിലും സാൾട്ട് ഇടാന്ന് കേട്ടോ, അതുകൊണ്ട് ഉപ്പ് ചേർത്തിട്ടില്ല. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട്. നല്ലോണം തിക്കായി കഴിഞ്ഞാൽ നമ്മൾ ലസാന ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ. അങ്ങനെ അതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തുണ്ടല്ല ആ ബേക്കിംഗ് ട്രേയിൽ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡായി കൊടുത്തിന്. ഇതിപ്പം ചെറുതായിട്ട് ചൂടുള്ള വെള്ളമാണ്. ഈ വെള്ളത്തിലേക്ക് നമ്മൾ എന്താ ഇടുന്നത് വെച്ചാൽ ലസാന ഷീറ്റിൻ്റെ പകരമായിട്ട് സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ടുകൊടുത്ത പാടന്നെ അപ്പം തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് മെൽട്ടായിപ്പോവും. 2 ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് മെൽട്ടാവില്ല. ഒരു ഷീറ്റ് വെച്ചിട്ട് കൊടുക്കുമ്പോണ്ടല്ലോ ഷീറ്റ് പെട്ടെന്ന് കീറിപ്പോകുന്നു. അതുകൊണ്ട് ഷീറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്ന് മുക്കിയെടുത്താൽ മാത്രം മതി കേട്ടോ. ആ ഷീറ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, നമ്മൾ സമൂസ ഷീറ്റ് എപ്പോൾ എടുക്കുമ്പം ഒരു അരമണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണേ, എന്നാലും ഷീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഫ്രീസറിൽ നിന്ന് എടുത്ത പാടന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ. അങ്ങനെ ആകുമ്പം ഷീറ്റ് കീറിപ്പോവും. അങ്ങനെ ഇതാ ബേക്കിംഗ് ട്രേയിൽ ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിന്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലൊന്ന് സോസ് ആക്കി കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കുറച്ച് ഒറിഗാനും കൂടി മിക്സാക്കി എടുത്തിട്ടുള്ള ഒരു സോസിൻ്റെ മിക്സാണിത്. അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സോസാണ്. വൈറ്റ് സോസും ഇതിൻ്റെ മേലൊന്ന് സ്പ്രെഡായി കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്, ചിക്കൻ്റെ ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ, അത് ഫസ്റ്റ് ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ഇനിതാ സെക്കൻഡ് ലെയറായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചൂടുവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. ഇതിൻ്റെ മേലായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. ഇനി റിപ്പീറ്റ് ആയിക്കൊണ്ടേക്കുക. നിങ്ങൾക്ക് എത്ര ലെയറാണോ വേണ്ടത് അത്രയും ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇതാ സോസ് ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തത് വൈറ്റ് സോസും സ്പ്രെഡായി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ റെഡി ആക്കിയിട്ടുള്ള ആ ഒരു മസാല ഫില്ലിങ്ങും അതും കൂടിയിട്ട് ആയി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് വേണമെങ്കിൽ ചീസെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിനെ. ആ ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല, വീഡിയോ പ്ലേ ആക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. അടുത്തതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കുക. ഷീറ്റ് അതും അങ്ങനെ നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനിതാ മേലെ ചീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒറിഗാനും കുറച്ച് മല്ലിയിലയും കൂടിയിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഞാൻ നേരത്തെ ഓവണ് 150 ഡിഗ്രി സെൽഷ്യസിലൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിനെ. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. 150 ഡിഗ്രിയിൽ തന്നെ ഒരു 15 to 20 മിനിറ്റ് അത്രേ വേണ്ടൂ കേട്ടോ. നിങ്ങൾ ഓവൺ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ കേക്കെല്ലാം ബേക്ക് ചെയ്തെടുക്കുന്നില്ലേ, ഒരു പാൻ വെച്ച് അതിൻ്റെ മേലെ എന്തെങ്കിലും റിങ്ങോ അതങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മേലായിട്ട് ഈ ഒരു ബേക്കിംഗ് ട്രേ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡ് ചീസെല്ലാം മെൽട്ടായി വന്നു കഴിഞ്ഞാൽ ഇത് കുക്കായി തന്നിട്ടാ അർത്ഥം. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും വേണ്ട. ഇത് ചൂടോടെ തന്നെ കഴിക്കണം, അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഭയങ്കര ഈസിയല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കാം. ആ വൈറ്റ് സോസിൻ്റെതും നമ്മൾ ഇടയിൽ വെച്ചിട്ടുള്ള ആ ഒരു സോസിൻ്റെ മിക്സിങ്ങിലായിട്ട് നല്ല ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടാ. നമ്മൾ സാധാരണ ബ്രെഡ് വെച്ചിട്ട് ലസാന ഉണ്ടാക്കുമല്ലോ, അപ്പം അതിനേക്കാളും ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ ഈ ഷീറ്റ് വെച്ച് ഉണ്ടാക്കുമ്പം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്ത് നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.